ഈ ഇരുചക്ര വാഹനം വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത കേസിൽ ആലപ്പുഴയിൽ ഇതാ CPM പ്രാദേശിക നേതാക്കളും പ്രതികളാവുകയാണ്. കായംകുളം പോലീസാണ് മുനിസിപ്പൽ കൗൺസിലറെയും ലോക്കൽ കമ്മിറ്റി അംഗത്തെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രഘുനാഥ് നാരായൺ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. രഘു, അല്പം മുൻപ് നമ്മൾ തലക്കെട്ടുകൾ വായിച്ചപ്പോൾ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ, ഇതിൽ പ്രതികളാകുന്നതൊക്കെയും BJP കോൺഗ്രസ് നേതാക്കളാണെന്നുള്ള MV ജയരാജന്റെ പ്രതികരണം. ഇത് എങ്ങനെയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ പിടിയിലായിട്ടുള്ള പ്രതിപട്ടികയിൽ വരുന്ന CPM പ്രാദേശിക നേതാക്കൾ ആരൊക്കെയാണ്? ഇവരുടെ പങ്ക് എന്താണ്? പക്ഷേ അമ്പു കൊള്ളാത്തവരായി ആരുമില്ല ഗുരുക്കളിൽ എന്ന് പറയുന്നത് പോലെയാണ്. കാരണം പ്രാദേശിക തലത്തിലുള്ള ഭൂരിഭാഗം ജനപ്രതിനിധികളും ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടുകൂടിയാകാം ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും സമൃദ്ധവും ഏറ്റവും വലിയ തട്ടിപ്പായിട്ട് പോലും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്നുള്ളൊരു വലിയൊരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഒരു പ്രത്യാരോപണമോ ഈ കേസിൽ ഉണ്ടാകാത്തത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം നമ്മൾ കായംകുളത്തെ തട്ടിപ്പിനിരയായവരെ കുറിച്ചുള്ള വാർത്ത കഴിഞ്ഞ ദിവസം നൽകിയതാണ്. ഏകദേശം 1000-ഓളം ആളുകൾക്കാണ് അവിടെ ആ കായംകുളം നഗരസഭാ പരിധിയിൽ മാത്രം പണം നഷ്ടമായിട്ടുള്ളത്. പ്രത്യേകിച്ച് 4-ാം വാർഡിൽ നിന്നുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പണം നഷ്ടമായിട്ടുള്ളതെന്നുള്ളതാണ് നമ്മളെ അവിടുത്തെ കൗൺസിലർ പറഞ്ഞത്. അതായത് 4-ാം വാർഡിൽ നിന്നുള്ള കൗൺസിലർ ഷെമിമോളിനെയും ഒപ്പം തന്നെ എരുവ ലോക്കൽ കമ്മിറ്റി അംഗം നാദിയെയുമാണ് നിലവിൽ 3 കേസിൽ കായംകുളം പോലീസ് പ്രതി ചേർത്തിട്ടുള്ളത്. അതിൽ പോലീസ് വളരെ ബുദ്ധിപൂർവമായൊരു സഹായം കൂടി CPMന് ചെയ്ത് നൽകിയിട്ടുണ്ട്. കാരണം വാർഡ് കൗൺസിലറുടെ പേരും അഡ്രസ്സും പറഞ്ഞാണ് ആളുകൾ പരാതി നൽകിയത്. എന്നാൽ ഈ വാർഡ് കൗൺസിലറുടെയോ അല്ലെങ്കിൽ ഈ ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെയോ അഡ്രസ്സ് ബോധപൂർവം FIRൽ നിന്ന് ഒഴിവാക്കുകയാണ് കായംകുളം പോലീസ് ചെയ്തത്. ഒരുപക്ഷെ നമ്മൾ അക്ഷയ പറഞ്ഞതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ ആരോപണം പ്രാദേശിക തലത്തിലാണെങ്കിൽ പോലും ഇത് ഈ കൗൺസിലർമാരൊക്കെ ഏതെങ്കിലും രീതിയിൽ പണം തട്ടാൻ വേണ്ടി ചെയ്തതാണെന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം 60,000 രൂപയ്ക്ക് വാഹനം വാങ്ങിക്കൊടുത്താൽ ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് തന്നെ അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 10-ഓ 15-ഓ വാഹനം ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്ന് അവർക്ക് പറഞ്ഞ് പ്രചാരണം നടത്താൻ പറ്റുന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ ലാഭത്തോടു കൂടി അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭം പ്രതീക്ഷിച്ച് ചെയ്തതായിരിക്കാം. എന്തായാലും ആളുകൾക്കൊക്കെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ കൂടി നിർബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ കൂടി ഒരു വാക്ക് വിശ്വസിച്ചാണ് അതിസാധാരണക്കാരായ പലതരത്തിൽ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ ആളുകൾ പിന്തുടരുന്ന ആളുകൾ വിശ്വസിക്കുന്ന മുഖങ്ങൾ പലതും, അതിൽ രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല പലതരത്തിൽ. കഴിഞ്ഞ ദിവസം ലാലി വിൻസെന്റ് പറയുന്നുണ്ടായിരുന്നു സന്യാസി സമൂഹങ്ങളുണ്ട്, അങ്ങനെ പല സമുദായ നേതാക്കളുണ്ട്, അങ്ങനെ പല ഇടങ്ങളിൽ പല കോണുകളിൽ പെട്ടിട്ടുള്ള ആളുകളൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. പലരും പാപത്തിന്റെ ഒരു പങ്കെങ്കിലും അവരുടെ മേൽ, അവർ അറിഞ്ഞോ അറിയാതെ അവരുടെ മേൽ വന്നു ചേരുന്നു എന്നുള്ളതാണ്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇനി കല്ലെറിയാൻ ആരെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളതാണ്. അത്രമാത്രം നീണ്ടുപോകുന്നു ഈ തട്ടിപ്പിന്റെ വ്യാപ്തി.